പട്ടികജാതി കോളനി നവീകരണ പദ്ധതിയുടെ മറവിൽ വൻ അഴിമതിയെന്ന് ആരോപണം. കോഴിക്കോട് മുക്കം കാരശ്ശേരി പഞ്ചായത്തിലെ വിവിധ കോളനികളിൽ നിന്നുള്ള കാഴ്ചകൾ വെളിപ്പെടുത്തുന്നത് അഴിമതിയുടെ കാണാപ്പുറങ്ങളാണ്. ചണ്ണങ്കര, ഭഗവതിക്കാവ്, മായങ്ങൽ, കിഴക്കേ ചണ്ണങ്ങൽ, വാരിക്കേക്കൽ, മറിയംകുഴി, ഇളംപിലാശ്ശേരി തുടങ്ങി 7 കോളനികളാണ് ഇവിടെയുള്ളത്. മുതുവാൻ വിഭാഗത്തിൽപ്പെട്ട 70 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പട്ടികജാതി കോളനി നവീകരണ പദ്ധതിയിലേക്ക് ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുത്ത 3 കോളനികളിൽ ഒന്നാണ് പാറത്തോട് കോളനി. സർക്കാരിന്റെ ഹാംലെറ്റ് പദ്ധതി പ്രകാരം 1 കോടി രൂപ നവീകരണത്തിനായി അനുവദിച്ചു. വീട് നവീകരണം, കക്കൂസ് നിർമ്മാണം, നടപ്പാത നിർമ്മാണം, സ്റ്റെപ്പ് നിർമ്മാണം എന്നിവയാണ് പ്രധാന പ്രവർത്തികൾ. 10 വീടുകൾ റിപ്പയറിങ്ങിനും 35 കക്കൂസുകൾ നിർമ്മിക്കാനും ആരംഭിച്ചപ്പോഴാണ് പദ്ധതിയുടെ പോക്ക് എവിടേക്കാണെന്ന് വ്യക്തമായത്. ഇത് തീരുമാനിച്ചുള്ള ആദിവാസികൾ പറയുന്ന സംഗതികളാണ്. അതായത് നമ്മളിപ്പോൾ പറയുന്ന ഓരോ സംഗതി, നമുക്ക് ഇന്ന കോളനിയിലേക്ക് ഇന്നതാണ് വേണ്ടത് എന്ന് നമ്മൾ പറയുമ്പോൾ ആ സാധനങ്ങളല്ല അവർ നൽകിയിട്ടുള്ളത്. അപ്പോൾ റോഡ് വേണ്ട ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കുക, കുടിവെള്ളം വേണ്ട ആളുകൾക്ക് റോഡ് കൊടുക്കുക എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. 25,000 രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കക്കൂസ് ഏറെ പരിതാപകരമാണ്. ഒരാൾ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പാത്രം വെക്കാൻ പോലും ഇവിടെ സ്ഥലമില്ല. സാധാരണ നാട്ടിലെ പണിക്കാരെ ഏൽപ്പിച്ചാൽ 10,000-ൽ താഴെ രൂപയ്ക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്ന പ്രവൃത്തിയാണിത്. ആകെ ഉപയോഗിച്ചത് 100-ൽ താഴെ ഹോളോ ബ്രിക്സും 8 ആസ്ബറ്റോസ് ഷീറ്റും കുറച്ച് സിമന്റും മാത്രം. വളരെ ചെറിയ കുഴിയാണ് കക്കൂസ് ടാങ്കിനായി എടുത്തിട്ടുള്ളത്. 1 ലക്ഷം ഉപയോഗിച്ച് നവീകരിച്ച വീട്ടിലും പകുതി രൂപ പോലും ചെലവഴിച്ചതായി കാണാൻ കഴിയില്ല. ഹാംലെറ്റ് ഡെവലപ്മെൻറ്റ് പദ്ധതി പറഞ്ഞാൽ 2014-15 വർഷത്തെ പദ്ധതിയാണ്. നമ്മുടെ മൈസൂർ മല ആദിവാസി കോളനികൾ നവീകരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. നിർവഹണ ഏജൻസിയായ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡാണ് ഈ പദ്ധതിയുടെ നിർവഹണങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളെല്ലാം ഈ ഹൗസിംഗ് ബോർഡാണ് നടത്തുന്നത്. ജനൽ മാറ്റിവെക്കൽ, വാതിൽ മാറ്റി സ്ഥാപിക്കൽ, ടൈൽ പാകൽ, പെയിന്റിംഗ് എന്നിവ എസ്റ്റിമേറ്റിലുണ്ടെങ്കിലും അത് ചെയ്തിട്ടില്ല. ഇങ്ങനെ പ്രവൃത്തി പൂർത്തീകരിച്ചു വരുന്ന ഈ ഘട്ടത്തിൽ എവിടെ നോക്കിയാലും അസ്വാഭാവികതകളും അഴിമതികളും കാണാനാകും. അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്നും പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. റിപ്പോർട്ടർ